ഇടതുമുന്നണിയുടെ പ്രവർത്തനം രാജഭരണകാലത്തേതുപോലെയെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. കൂട്ടുകക്ഷി ഭരണമാണെന്ന് മറക്കുന്നു. മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടിയാണ് മുന്നോട്ടു പോക്ക്. സർക്കാർ വാർഷികത്തിലും മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം നടക്കുന്നു. 4ാം വാർഷികത്തിന്റെ ചെലവ് ഭീമമെന്നും വിമർശനമുയർന്നു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, പലപ്പോഴും ദുർബലമായെങ്കിലും ഇത്തരം ശബ്ദങ്ങൾ ഉയരാറുള്ളത് CPIയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. അത് അടുത്തിടെ നോക്കുമ്പോൾ അങ്ങനെ കാര്യമായ വിമർശനങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിനൊക്കെ മുന്നോടിയായി നടക്കുന്ന നേതൃയോഗം എന്ന നിലയ്ക്ക് എന്തൊക്കെ വിമർശനങ്ങളാണ് ഈ LDFിലെ ഭരണത്തിനെതിരെ ഉയർന്നത്? അതിൽ തന്നെ CPMനെതിരെ അക്കമിട്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മുന്നണിയുടെ പ്രവർത്തനത്തിൽ പൊതുവിൽ വിമർശനമാണ് ഉയരുന്നത്. കാരണം മുന്നണിയുടെ പ്രവർത്തനം രാജഭരണകാലത്തെ പോലെയാണ്. CPM പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കും. മാത്രമല്ല, പലപ്പോഴും പ്രചരണ പരിപാടികളിൽ പോലും മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടി മാത്രമാണ് പ്രചരണം. മറ്റു മന്ത്രിമാരും നേതാക്കളും ഒക്കെ ഇടതുമുന്നണിക്കുണ്ട്. പക്ഷേ അതിലേക്കൊന്നും പോകുന്നില്ല. അവിടെയാണ് രാജഭരണത്തോട് സാമ്യമുള്ള രാജഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന ഭരണമെന്ന വിമർശനം CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഇന്നലെ ഉയർന്നത്. ഇപ്പോൾ സർക്കാർ 4ാം വാർഷികം വിപുലമായി ആചരിക്കുകയാണ്. അതിന്റെ ചെലവുകൾ സംബന്ധിച്ചും വലിയ വിമർശനം സംസ്ഥാന കൗൺസിൽ ഇന്നലെ ഉയർന്നു വന്നു. ഭീമമായ ചെലവാണ്, ലക്ഷങ്ങളാണ് സ്റ്റേജുകൾക്ക് വേണ്ടി മാത്രം. ചില ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം 16 ലക്ഷം രൂപയൊക്കെ സ്റ്റേജിന് വേണ്ടി വിനിയോഗിക്കുന്നു. ഇത്ര ചെലവെന്തിനാണ്? അവിടെയും ഈ ഫ്ലക്സ് ബോർഡുകളിലും ഹോർഡിംഗ്സിലും ഒക്കെ മുഖ്യമന്ത്രി മാത്രമാണ് നിലനിൽക്കുന്നത്. മറ്റു മന്ത്രിമാരും നേതാക്കൾക്കും ഇടതുമുന്നണിക്കും CPMനും CPIക്കും മൊത്തത്തിൽ ഇടതുമുന്നണിക്കുമില്ലേ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നേരത്തെയും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് മാത്രം മുന്നോട്ട് പോകുന്നതിനെതിരെ വലിയ വിമർശനം സംസ്ഥാന കൗൺസിൽ ഉയർന്നിരുന്നു. ഒറ്റപ്പെട്ട ശബ്ദങ്ങളെന്ന് ശ്രീജ പറയുമ്പോഴും ഈ ശബ്ദങ്ങളൊക്കെ CPIയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസിനുള്ളിൽ ഒതുങ്ങുകയാണ് പതിവ്. പലപ്പോഴും സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ ചർച്ചയിൽ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരും. നേതാക്കൾ അത് സംസ്ഥാന സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ അത് ആ ശബ്ദങ്ങളെ പൂർണ്ണമായും ഒരു പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാകില്ല സമീപനമെടുക്കുക. പുറത്ത് മാത്രം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മുന്നണി നേതൃത്വത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും CPIയുടെ സംസ്ഥാന കൗൺസിൽ ഉയർന്നു വന്നു. മുഖ്യമന്ത്രിക്കും CPIനുമെതിരെ മാത്രമല്ല, CPIയുടെ നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിനെതിരെയും വിമർശനം ഉയർന്നു. നമ്മൾ നേരത്തെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. CPIയുടെ സംഘടനാ സമ്മേളനങ്ങളിൽ മത്സരങ്ങൾ പാടില്ല എന്ന വിലക്ക് ഏർപ്പെടുത്തുന്ന തീരുമാനം. എന്തുകൊണ്ട് ഇത്ര വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞതിന് വിമർശനം ഉയർന്നു. അങ്ങനെ ഈ സംസ്ഥാന സെക്രട്ടറിക്ക് ഭയമാണോ തനിക്കെതിരെ മത്സരമുണ്ടാകുമെന്ന്? അതുകൊണ്ടാണോ ഇത്തരത്തിൽ മത്സരം വിലക്കുന്നത്? CPIക്ക് സ്വാഭാവികമായും അവരുടെ സമ്മേളനങ്ങളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. പ്രവർത്തകർക്കും നേതാക്കൾക്കും മത്സരിക്കാൻ അവകാശമുണ്ട്. അതിൽ എന്തുകൊണ്ട് വിലക്കുന്നു? അത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഏതെങ്കിലും നീക്കമുണ്ടാകുമെന്ന് ഭയന്നാണോ വിമർശനം ഉയർന്നു എന്ന ചോദ്യം പോലും ഇന്നലെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്നു. സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാഡിയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാന കൗൺസിൽ സംബന്ധിച്ച് 10 ജില്ലാ സെക്രട്ടറിമാർ 8 പേർക്കും രൂക്ഷ വിമർശനം ഉന്നയിച്ചു എന്നതുകൂടി ശ്രദ്ധിക്കേണ്ട. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച CPIയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഉള്ളിൽ നേതാക്കൾക്ക് നേതൃത്വത്തിനെതിരെ വലിയ അമർഷമുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു ചർച്ചയാണ് ഇന്നലെ സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു വന്നതും. 10 ജില്ലാ സെക്രട്ടറിമാർ 8 പേരും നേതൃത്വത്തിനെതിരെ വിമർശിച്ച് വന്നു. ഭരണഘടന കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ മത്സര വിലക്ക് എന്ന വിമർശനം അജിത് കൊളാടി ഉന്നയിച്ചു. ഹിറ്റ്ലറെ പോലെ ഭയം പിടികൂടിയതുകൊണ്ടാണോ ബിനോയ് വിശ്വം മത്സരം വിലക്കുന്ന ചോദ്യവും അജിത് ഉന്നയിച്ചു. അതിനൊക്കെ ബിനോയ് വിശ്വം മറുപടി പറഞ്ഞു. മത്സര വിലക്കെന്ന് പറയുന്നത് ഗ്രൂപ്പായി 10-9 പേർ ഒരു പാനലിനെ അട്ടിമറിക്കാൻ വിഭാഗീയ നീക്കമായി വരുന്നത് മാത്രമാണ് എതിർക്കുന്നത്. അല്ലാതെ 1-2 പേർക്ക് മത്സരിക്കുന്നതിന് വിലക്കില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി വരുന്ന വിമർശനങ്ങളും അങ്ങനെയല്ല, ഹിറ്റ്ലറുടെ പരാമർശമൊന്നും ശരിയായില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ഹിറ്റ്ലർ എന്നല്ല, ഹിറ്റ്ലറെ പോലെ എന്ന ഉപമയാണ് നടത്തിയതെന്ന് പിന്നീട് അജിത് കൊളാടി വിശദീകരിക്കുകയും ചെയ്തു. K ഇസ്മായിലിനെതിരെ നടപടിയെടുത്തത്, മുതിർന്ന നേതാവായ K ഇസ്മായിലിനെതിരെ അശ്രദ്ധ നടപടിയെടുത്തതും അംഗങ്ങൾ 5-6 അംഗങ്ങൾ അതിനെയും ചോദ്യം ചെയ്തു. ഏതായാലും CPIയിൽ വിമർശനം ഉയരുന്നത് മുഖ്യമന്ത്രിക്കും CPMനും സർക്കാരിനെതിരെ മാത്രമല്ല, CPI നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഇന്നലെ ഉയർന്നത്. ഇന്നും സംസ്ഥാന കൗൺസിൽ യോഗം തുടരുന്നുണ്ട്. കൂടുതൽ വിമർശനങ്ങൾ ഇന്നാണ് ഇടതുമുന്നണിയുടെ പ്രവർത്തനം മറ്റും കാര്യമായി യോഗം വിലയിരുത്താൻ പോകുന്നത്. അതിലും കാര്യമായ വിമർശനങ്ങൾ തന്നെ നേതൃത്വത്തിനെതിരെ ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. ശരി അരുൺ, ഇതോടൊപ്പം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെ തെരഞ്ഞെടുപ്പും കണ്ണൂർ, എറണാകുളം ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പും ചർച്ചയായേക്കും. വിവരങ്ങളുമായി അരുൺ തന്നെ ചേരുന്നു. അരുൺ, ഇനി ബാക്കിയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകളൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് ഇനി ഈ നിർവഹണത്തിനുള്ള ടീമിനെയാണ് അറിയേണ്ടത്. 2 പുതിയ സെക്രട്ടറിമാരെ വേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്?
CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ കൊല്ലം സമ്മേളനത്തിന് രൂപീകരിച്ചു. പാർട്ടി കോൺഗ്രസിലും ഭാരവാഹികളൊക്കെ ആയി കഴിഞ്ഞു. വേണ്ടത് ജില്ലകളിലെ സെക്രട്ടറിമാർ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും ജില്ലകളിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നില്ല. ആ സെക്രട്ടറി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് CPM ലക്ഷ്യമിടുന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അതിനുള്ള ഷെഡ്യൂളുകൾ തീരുമാനിക്കും. ഓരോ ജില്ലയിലും സെക്രട്ടറി രൂപീകരണത്തിന് വേണ്ടി ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുന്നതിന്റെ സമയക്രമം തീരുമാനിക്കും. 2 ജില്ലകൾക്ക് ഇനിയും സെക്രട്ടറിമാർ വരേണ്ടതുണ്ട്. അത് ഒന്ന് കണ്ണൂരിനും മറ്റൊന്ന് എറണാകുളത്തുമാണ്. കണ്ണൂരിൽ നിന്ന് MV ജയരാജനും എറണാകുളത്തെ CN മോഹനനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നതുകൊണ്ടാണ് 2 ജില്ലകൾക്കും പുതിയ സെക്രട്ടറിമാർ അനിവാര്യമായി തീർന്നത്. അവിടെ പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കണ്ണൂരിൽ TV രാജേഷും KK രാഗേഷും M പ്രകാശനും ഒക്കെ സെക്രട്ടറി ആവാൻ സാധ്യതയുള്ളവരാണ്. ആ പേര് 15-ാം തീയതി കണ്ണൂരിൽ യോഗം വിളിച്ചിട്ടുമുണ്ട്. അന്ന് അവിടെ തീരുമാനിക്കും. എറണാകുളത്ത് SS സതീഷ് DYFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്ന സതീഷിനാണ് അവിടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് സതീഷിനാണ് പരിഗണിക്കുന്നത്. മറ്റു പേരുകൾ കൂടി അവിടെ പരിഗണിക്കുന്നുണ്ടെങ്കിലും സതീഷ് തന്നെയാണ് അവിടെ പ്രഥമ പരിഗണന. ഈ ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് ജില്ലാ സെക്രട്ടറിമാരെയും അതുപോലെ ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കുക എന്ന പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇനി CPM-ന് സംഘടനാപരമായി മുന്നിലുള്ളത്. ശരി.